കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എങ്ങോട്ടാണ്? അത് ഞങ്ങള് ഈ വഴിക്ക് ഒരു സ്ഥലം വരെ പോകാൻ. ഈ വഴിക്ക് ഒരു സ്ഥലം വരെ പോണത് നമ്മള്. നിങ്ങൾ ഏത് വഴിക്കാണ് പോണെന്നാണ് നമ്മൾ ചോദിച്ചത്. ഇന്നലെ മുതൽ കാണാണ് നിങ്ങൾ രണ്ടുപേരും നമ്മൾ പോകുന്നിടത്തൊക്കെ പുറകെ വരണത്. എന്റെ ഉദ്ദേശം അതെന്തായാലും ശരി, എന്റെ പുറകെ വരല്ല. നിങ്ങൾ ഇവിടെ ഒന്നും ഉള്ളതല്ലെന്ന് നമ്മൾക്ക് മനസ്സിലായി. ഇവിടെ സ്ഥലം കാണാനോ സ്വന്തക്കാരുടെ വീട്ടിലോ വന്നതാണെങ്കിൽ അങ്ങനെ, അതല്ല വല്ല ജോലിക്ക് വന്നതാണെങ്കിൽ അത് മര്യാദക്ക് ചെയ്തിട്ട് പൊക്കോണം. നമ്മളുടെ ഒരു സ്വഭാവം വെച്ച് സാധാരണ ഇങ്ങനെയല്ല നമ്മൾ സംസാരിക്കേണ്ടത്. നിങ്ങളെ കണ്ടപ്പോ മാന്യന്മാരാണെന്ന് തോന്നി, പ്രത്യേകിച്ച് നിങ്ങളെ. നിന്നെ വിയർക്കണമുണ്ടല്ലേ? ഈ ഏമാണ് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് പറയാൻ നമ്മൾക്കറിയാം പറയാനുള്ളത് എന്താണെന്ന്. എന്നാലേ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല നമ്മള്. ഇതുപോലൊരിടത്ത് ഒറ്റയ്ക്ക് നിങ്ങൾ രണ്ടാമ്പരുന്നവരോട് നമ്മൾ സംസാരിക്കുന്നില്ലേ? അത് നമ്മളുടെ ധൈര്യത്തിൽ നമുക്ക് വിശ്വാസം ഉള്ളോണ്ടാ. അതുകൊണ്ട് നിന്റെ ഒക്കെ ഷൂക്കേടും കൊണ്ട് നമ്മളുടെ പിറകെ വരരുത്. നീയൊക്കെ കാറും ബാങ്കിലെ പൈസയും കാണിച്ച് ചിരിച്ചും കുഴഞ്ഞും പ്രലോഭിപ്പിച്ചും നിന്നെ പോലുള്ളവന്മാരെ വിശ്വസിച്ചതിന്റെ പേരില് കുറെ പെൺകുട്ടികൾ കണ്ണീര് കുടിക്കുന്നുണ്ട് ഇവിടെ.
ഇടുപ്പിൽ ഓരോ കുഞ്ഞുങ്ങളെയും കൊണ്ട് നരയിക്കുന്നുണ്ട്. ആ കളി നമ്മളോട് വേണ്ട. ഇടേനവും തരവും വേറെയാ. ഇപ്പൊ നിനക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു പെണ്ണ് കൈയും കെട്ടി കുറെ കയറി നിന്നാ തീരും. നിന്റെ ഒക്കെ എല്ലാ ഷൂക്കേടും. കണ്ട എന്ത് യോഗ്യന്മാര്. കയ്യിലിരിപ്പ് ഇത്. ഒന്നും കൂടി ഞാൻ പറയാണ്, മേല ഇനി മേല എന്റെ മുമ്പിലോ പുറകിലോ കണ്ടുപോരുത്. അന്ന് നമ്മൾ പ്രതികരിക്കുന്നത് ഇങ്ങനെ ആവൂല. വൃത്തികെട്ടവന്മാര്. ഹലോ രാജറ. എപ്പോ? ഓക്കെ. അമ്മേ, 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 അമ്മയുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു. ഏട്ടത്തിയെ അവര് കണ്ടെത്തിന്ന്. രാജാറാമിന്റെ ഫോണിൽ നിന്നാണ് ചേട്ടായി വിളിച്ചത്. അമ്മയോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. എന്റെ ഈശ്വര, എന്നിട്ട് വേറെന്തെങ്കിലും പറഞ്ഞോ? ഇങ്ങോട്ട് വരുന്ന കാര്യമല്ലോ. വരുന്ന കാര്യം ഇനി എന്തിനാ പറയുന്നത്? ചേട്ടായി ഏട്ടത്തിയും കൊണ്ട് എപ്പോ ഇങ്ങോട്ട് വന്നു ചോദിച്ചാ പോരെ? അമ്മയുടെ നേർച്ചയുടെ ഫലമാണിത്. സത്യം, ഈശ്വരൻ നമ്മളെ കൈവിട്ടില്ല മോനെ. ഞാൻ സരോജത്തെ ഒന്ന് വിളിക്കട്ടെ. ശരിയമ്മ. ചേച്ചി പെണ്ണ്, നമുക്ക് കഴിച്ചാലോ? കുട്ടനോ? അവ അകത്തിരുന്ന് പഠിക്കാം. വാതർക്ക്. എന്താടി കണ്ണിന്ന് പൊന്നീച്ച വറക്കുന്നെന്ന് ചേച്ചി കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാനത് അനുഭവിച്ചേ ഉള്ളൂ. നീ എന്തൊക്കെയാ പെണ്ണെ പറയുന്നത്? നബീസിത്താക്ക് കുറച്ച് വിറക് കീറാൻ പോയി. അപ്പോ കോടാലി കയ്യിൽ പിടിച്ചപ്പോ ചെറുങ്ങനൊന്ന് പൊള്ളി. അത്രേ ഉള്ളൂ. അയ്യോ, ഈ കൈയും വെച്ചോണ്ട് നാളെ എങ്ങനെ എസ്റ്റേറ്റിലെ ഗ്രാമ്പ് കീർക്കാൻ പോവോ എന്തോ.
നിന്നോടൊരു കാര്യം പറയട്ടെ. ആ വേണ്ട, നമ്മൾക്കറിയാം നീ പറയാൻ പോകുന്ന എന്താന്ന്. അതല്ലടി, എന്റെ കണ്ണിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ് നീ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോ അതിന് നീ ഒന്നും കാണുന്നില്ലല്ലോ. നീ എല്ലാം കാണാൻ വേണ്ടിയാ ഓപ്പറേഷൻ നടത്തുന്നത്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. എന്നെ എവിടെയെങ്കിലും കൊണ്ടാക്ക്. മേളിലത്തെ പള്ളിയുടെ കീഴില് ഒരു അനാഥാലയം ഉണ്ടെന്ന് അറിഞ്ഞത്. നീ എന്നെ അവിടെ കൊണ്ടാക്ക്. കുട്ടനെ പിള്ളേരൊക്കെ നിന്ന് പഠിക്കുന്ന ഒരു സ്ഥലമല്ലേ, അവിടെ കൊണ്ടു ചെന്ന് നിർത്താം. പിന്നെ നിന്റെ കാര്യമല്ലേ ഉള്ളൂ. നീയെങ്കിലും നന്നായിട്ട് ജീവിക്കും. നിനക്ക് തിന്നാനൊന്നും വേണ്ടേ? വേണം. ആ അതിനു മുമ്പ് കൺമണി ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കട്ടെ. എന്നെ കാണാൻ എങ്ങനെയാ? ഹാ, ഞങ്ങളുടെ കുട്ടപ്പൻ അടിപൊളിയല്ലേ അല്ലേ ചേച്ചി? പിന്നെ നീ എന്താടാ സിനിമയിൽ അഭിനയിക്കാൻ പോവാണോ? അഭിനയിച്ചാലോ എന്നൊരു ആലോചനയുണ്ട്. സിനിമയിലല്ല, നാടകത്തില്. നാടകത്തിലോ? ആ, പട്ടണത്തിൽ നിന്ന് വന്നവര് നാടകത്തിൽ അഭിനയിക്കാൻ ആളെ തപ്പി നടക്കുകയാണെന്ന് എസ്റ്റേറ്റിൽ ഒരു സംസാരമുണ്ട്. അവരെങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഒരു ചാൻസ് ഒപ്പിച്ചെടുക്കണം. നല്ല പൈസ കിട്ടും. ദേ ചെറുക്ക, മര്യാദയ്ക്ക് സ്കൂളിൽ പൊക്കോണം. പഠിക്കേണ്ട പ്രായത്തിലാ അവന്റെ ഒരു നാടകാഭിനയം. 1-2 നാടകത്തിൽ അഭിനയിച്ചാലേ ദേവി ചേച്ചിയുടെ ഓപ്പറേഷനുള്ള പൈസ കിട്ടുമല്ലോ എന്ന് കരുതി പറഞ്ഞതേ ഉള്ളൂ. എടാ കുട്ട, നല്ല കാശ് കിട്ടുമോ? പിന്നെ കിട്ടും. എന്നാ എന്റെ ഒരു കൺമണി, ദേ നീ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും നിക്കല്ലേ. ഹാ, അതിന് നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ആ പിന്നെ അല്ലെങ്കിൽ തന്നെ അഭിനയിക്കാൻ അറിയണ്ടേ? 2 പേരാ പട്ടണത്തിൽ നിന്ന് വന്നതെന്ന് അറിഞ്ഞേ. പോണതിന് മുമ്പ് ഒരു തീരുമാനത്തിലെത്തണം. അപ്പാ അത് ശരി, ആ 2 പേര് തന്നെ ആയിരിക്കും. ഷേ, അങ്ങനെയാണെങ്കിൽ കാര്യം അറിയാതെ നമ്മൾ എന്തൊക്കെയോ പറയുകയും ചെയ്തല്ലോ. നല്ല കാശ് കിട്ടിയാ ഒരു കൈ നോക്കാം. രവി, ആ, ഇനി എന്താ നിന്റെ ഉദ്ദേശം? ഇനി എന്തെങ്കിലും കാര്യം പറഞ്ഞ് അവളുടെ മുന്നിൽ പോകാൻ പറ്റില്ലെന്ന് ഇന്നത്തെ സംഭവത്തോട് ഉറപ്പായി. എന്തൊക്കെയാ അവൾ നമ്മളെ മുഖത്തോക്കി പറഞ്ഞത്? അവള് ആളറിയാതെ പറഞ്ഞല്ലേ രാജാറാം? ഉറപ്പാണല്ലോ. ആളറിയാതെ പറഞ്ഞതാണെന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും ബോധ്യമായല്ലോ. അതിനർത്ഥം അവൾ ശ്രീലക്ഷ്മി അല്ല, മറ്റൊരു പെൺകുട്ടിയാണെന്ന് നീ തിരിച്ചറിഞ്ഞു എന്നല്ലേ? അങ്ങനൊരു അർത്ഥം അതിനുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. പിന്നെ അന്നുള്ള ആ വീഴ്ചയിൽ എന്തെങ്കിലും പരിക്ക് പറ്റി ശ്രീലക്ഷ്മിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടതാണെങ്കിലോ? നീ ചില സിനിമകളിൽ കണ്ടിട്ടില്ലേ? ഇവിടെയും അതാണ് സംഭവിച്ചിരിക്കുന്നതെങ്കിലോ?
ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ അന്തയായ ചേച്ചിയോ അനിയനോ? അത് ആരൊക്കെയോ പറഞ്ഞെന്നറിയുമല്ലേ, സത്യാവസ്ഥ നമുക്കറിയില്ലല്ലോ. ഇതെല്ലാം നിന്റെ മാത്രം വിചാരങ്ങളാണ് രവി. ഒരു കഴമ്പുമില്ലാത്ത വിചാരം. എന്നാലും നീ എന്ത് തീരുമാനിച്ചാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. Come on, tell me what is next? കൺമണിയെ നേരിട്ട് ഒന്നുകൂടെ കാണണം. കണ്ടിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. കൺമണിയും ശ്രീലക്ഷ്മിയും ഒന്നാണെന്ന് പറയണം. ദേ, അവളെ കാണാൻ മാത്രം പോവാൻ നീ എന്നെ വിളിക്കരുത്. അവളുടെ ചൊറിഞ്ഞ വർത്തമാനം കേട്ടാലേ ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. ഹലോ ഹലോ ഹലോ. എങ്ങനെ അവളുടെ മുന്നിലേക്ക് നീ പോവും? ഹലോ ഹലോ, ഇപ്പൊ കേൾക്കാമോ? ഇവിടെ നെറ്റ്വർക്ക് കുറവാ. ആളെ കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടേ ഞങ്ങൾ വരൂ. അന്വേഷിക്കുന്നുണ്ട്. കിട്ടുമെന്ന വിശ്വാസം. ശരി ശരി, ഞാൻ അറിയിക്കാം. രവി, എന്താ രാജാറാം? രവി, രണ്ടു പരുങ്ങണ്ട, നമ്മളെല്ലാം അറിഞ്ഞിട്ടാ വന്നിരിക്കണത്. പിന്നെ എന്ത് നിങ്ങൾ ഇതുവരെ ഇക്കാര്യം നമ്മളോട് പറയാതിരുന്നത്? അല്ല, എത്ര തടയും? നിങ്ങളുടെ നാടകത്തിൽ നമ്മൾ അഭിനയിച്ച കൂലി എത്ര കിട്ടുന്ന്? നാടകോ? അതെ, നാടകം. നിങ്ങൾ നാടകത്തിന്റെ ആൾക്കാരല്ലേ? നാടകത്തിൽ അഭിനയിക്കാനല്ലേ നിങ്ങൾ നമ്മളുടെ പുറകെ വന്നത്? എന്താ അല്ലേ? ഇനി വിലപേശലൊന്നും വേണ്ട. ഒരു 20,000 രൂപ തന്നെ നമ്മൾ അഭിനയിക്കാം. വേഷവിധാനങ്ങളൊക്കെ നിങ്ങളുടെ കാരണം. നമ്മൾക്ക് ഈ വക അഭിനയ പരിപാടികളൊന്നും അറിഞ്ഞൂടാ. പറഞ്ഞു തന്നാ അതുപോലെ ചെയ്യും. അതെ, നിങ്ങൾ എന്തറിഞ്ഞിട്ടാ സംസാരിക്കുന്നത്? ഇതാരാണെന്ന് അറിയാമോ? അതൊക്കെ ഞങ്ങൾക്കറിയാം. സംവിധായകനല്ലേ? സംവിധാനോ? ഈ പൊക്കം കണ്ടോണ്ട് ചോദിച്ചതാ. സത്യം ഞാൻ പറയാം. ഇനി എന്തായാലും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. എൻ്റെ പേര് രവിചന്ദ്രവർമ്മൻ. ഇത് രാജാറാം. ഞങ്ങൾ ഗായത്രി തിയേറ്റേഴ്സിന്റെ പ്രൊപ്പറേറ്റർമാരാണ്.